ഹലോ എല്ലാ പ്രിയ കൂട്ടുകാരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ LDC എക്സാം കഴിഞ്ഞു വന്നവരെ ക്ഷീണമൊക്കെ കാണും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ 25 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ മുഴുവൻ ആൻസേഴ്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിലല്ല നമ്മുടെ GK ഭാഗത്തുള്ള ആദ്യത്തെ 25 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാവരും എക്സാം എഴുതിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ സ്ത്രീ എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് കൺഫ്യൂഷൻ അടിച്ചാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്രയാണ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? ഇതൊക്കെ അല്പ സിമ്പിൾ ചോദ്യങ്ങളാണ്, പക്ഷേ നല്ല കിളി പറത്തുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി. താഴെ പറയുന്നവരിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നത് അന്താരാഷ്ട്ര വ്യാപാര സംഘടനയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മോട്ടോ ആണ്. അടുത്ത ചോദ്യം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യം മേരി അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാലാമത്തെ ചോദ്യമാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യം മേരി അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതായത് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ചോദ്യമാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി ആരാണ്? നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടാണ്. 5 ഓപ്ഷൻ എ ആണ്. 6. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? 6 ഓപ്ഷൻ എ ആണ്. ഓക്കെ, രണ്ടും ശരി തന്നെയാണ്. ഏഴാമത്തെയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് നമ്മുടെ കറുത്ത മണ്ണാണ്. ഓക്കെ. എട്ടാമത്തെയാണ്. അന്തരീക്ഷ പാളിയിൽ ഓസോൺ സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ? ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഒൻപതാമത്തെ. സർക്കാർ സംരംഭത്തിൽ കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശാണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തിന് പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇൽമനേറ്റ് ആണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതെന്ന് നേടിയതിനാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മാൻഡിലാണ്. ഓപ്ഷൻ ബി മാൻഡിലാണ്. 12. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തിന് ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വിവരിക്കുന്നത്? ഡെക്കാൻ ട്രാപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 13. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ്. ഇന്ത്യയുടെ GDP കണക്കാക്കുന്ന ആരാണ്? ഇന്ത്യയുടെ GDPയിൽ സെൻട്രൽ സ്റ്റാറ്റിക്സ് ഓർഗനൈസേഷൻ. ഓപ്ഷൻ എ ആണ്, CSO ആണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. ഓക്കെ, ഓപ്ഷൻ ബി സുമൻ ബെറി ആണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമെന്നാണ്? ഏതാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വം, സ്വയം പര്യാപ്തത, ആധുനികവൽക്കരണം. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. 17ാമത്തെ ചോദ്യം. നീതി ആയോഗ് സ്ഥാപിതമായത് വർഷം എന്നാണ്? ബേസിക് ചോദ്യമാണ്. 2015 ആണ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോകസഭയിലെ മുഴുവൻ MPമാർക്ക് വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിൽ മുഴുവൻ MPമാർക്കും വോട്ടവകാശമുണ്ട്. ഏതാണ്? വൈസ് പ്രസിഡൻ്റാണ്. അപ്പം എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഓപ്ഷൻ ബി ആണ്. 21. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനെന്നാണ്? ഏതാണ്? പോർച്ചുഗലാണ്. ഓക്കെ, പോർച്ചുഗൽകാരനാണ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്ന് കേട്ടതിനാൽ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് അക്കാമ ചെറിയനാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി അക്കാമ ചെറിയനാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ്? 42ാമത്തെ ഏതാണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്ന പദം ചേർത്തു. അതുപോലെ അഖണ്ഡത എന്ന പദം ചേർത്തു. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 3ഉമാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? അമേരിക്കൻ പ്രസിഡൻറ്റ് ഇലക്ഷൻ 4 വർഷത്തിലൊരിക്കലാണ്. ഓക്കെ, 4 വർഷത്തിലൊരിക്കലാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഇലക്ഷൻ.
കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്തിലാണ് എടുത്തത്? ഫെഡറൽ മീൻസ് കാനഡ. ഓക്കെ, കാനഡ. ഓപ്ഷൻ ബി ആണ്, കാനഡയാണ്